ഹായ് ഓൾ. ഇപ്പോൾ 2 സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പഠിച്ചു, മൈക്രോവേവും IR-ഉം. അപ്പോൾ അതിൻ്റെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ പോയിട്ടില്ല. ജസ്റ്റ് ഡിഗ്രി ലെവൽ ബേസിക്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നും സ്പെക്ട്രോസ്കോപ്പിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സിലബസിന് പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണ്ടുന്ന എക്സ്പ്ലനേഷൻസ് തരാം. ഓക്കെ, സോ ഇന്ന് പഠിക്കാൻ പോകുന്നത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആണ്. ഓക്കെ, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. സോ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UV റീജിയനിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ റീജിയനിലുള്ള ലൈറ്റ് അതിനെന്ത് ചെയ്യും, അതിനെ നമ്മൾ സാമ്പിളിലേക്ക് പാസ് ചെയ്യും. സോ ആ സാമ്പിൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ മെഷർ ചെയ്യുന്നത്. എത്രമാത്രം അബ്സോർബ് ചെയ്തു, അബ്സോർബൻസ് എത്രയാണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ മെഷർ ചെയ്യുന്നത്. എന്നിട്ട് ഈ അബ്സോർബൻസും ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്തുമായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ UV സ്പെക്ട്ര നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ UV വിസിബിൾ റീജിയനിലുള്ള ലൈറ്റാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. ഇലക്ട്രോണിക് എനർജി ലെവലിൽ നിന്നാണ് ട്രാൻസിഷൻസ് സംഭവിക്കുന്നത്. നേരത്തെ നമ്മൾ മൈക്രോവേവിൽ റൊട്ടേഷണൽ എനർജി ലെവൽസിലും IR-ൽ വൈബ്രേഷൻ എനർജി ലെവൽസിലും ട്രാൻസിഷൻസ് നടന്നത് പോലെ ഇവിടെ ഇലക്ട്രോണിക് എനർജി ലെവൽസിലാണ് ട്രാൻസിഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻസ് നടക്കും ഹയർ ലെവലിലേക്ക്. അപ്പോൾ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് UV റീജിയൻ എന്ന് പറയുന്നത് 100 to 400 നാനോമീറ്റർ ആണ് വരിക. UV ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 100 to 400 റീജിയൻ ആണ് വരിക. പക്ഷെ വിസിബിൾ ലൈറ്റിൻ്റെ നമുക്കറിയാം 400 to 800 നാനോമീറ്റർ വരെയാണ് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വരുന്നത്. സോ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിന്റെ കേസിൽ എത്രയായിരിക്കും വേവ് ലെങ്ത് റേഞ്ച് വരിക, 100 to 800 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഇത്രയും നാനോമീറ്റർ ആയിട്ടായിരിക്കും UV വിസിബിളിന്റെ വേവ് ലെങ്ത് റീജിയൻ വരും. അപ്പോൾ 100 മുതൽ 800 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഏതെങ്കിലും ഒരു വേവ് ലെങ്തിലുള്ള എനർജി നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നടക്കുക, UV സ്പെക്ട്ര ആണ് നമുക്ക് കിട്ടുക നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, ഇതാണ് ഇത്രയാണുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിയർ ലാംബേർട്സ് ലോ ആണ്. ബിയർ ലാംബേർട്സ് ലോ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. പ്രിൻസിപ്പിൾ ഓഫ് ബിയർ ലാംബേർട്സ് ലോ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിയർ ലാംബേർട്സ് ലോ ആണ്. ബിയർ ലാംബേർട്സ്, ഇത് നമ്മൾ സിലബസിനകത്ത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ബിയർ ലാംബേർട്സ് ലോ. അപ്പോൾ ബിയർ ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ലെങ്ത്. അപ്പോൾ ആ സാമ്പിളിന്റെ ലെങ്ത് എത്രയുണ്ട്, കോൺസെൻട്രേഷൻ എത്രയുണ്ട്, അതിനെ രണ്ടിനെ എന്ത് ചെയ്യുന്നത് ഈ അബ്സോർബൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇതാണ് ബിയർ ലാംബേർട്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ A ഈക്വൽ ടു അബ്സോർബൻസ് ഈക്വൽ ടു എപ്സിലോൺ CA. അതിൽ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മോളാർ എക്സ്റ്റിൻഷൻ കോഎഫിഷ്യന്റ്. ഓരോ പർട്ടിക്കുലർ സാമ്പിളിലും എപ്സിലോൺ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, മോളാർ എക്സ്റ്റിൻഷൻ കോഎഫിഷ്യന്റ്, മോളാർ എക്സ്റ്റിൻഷൻ കോഎഫിഷ്യന്റ്. സോ പറയാനുള്ളത് അബ്സോർബൻസ്, ഇപ്പോൾ ഒരു സാമ്പിളിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സാമ്പിളിൽ എന്തുണ്ട്, സാമ്പിൾ സൊല്യൂഷൻസ് ആയിട്ടാണ് ഉള്ളത്. സാമ്പിളിന്റെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ടാവും, ആ കോൺസെൻട്രേഷനെയും അതുപോലെ തന്നെ ഈ സാമ്പിളിന്റെ ലെങ്ത്, അതായത് ഈ ലൈറ്റ് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു കുഞ്ഞു ക്യൂവറ്റിലാണ്. ഓക്കെ, ആ ക്യൂവറ്റിന്റെ ലെങ്ത് എത്രയുണ്ടോ, അപ്പോൾ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്ത് ഇപ്പത്തേക്ക് എത്തണ്ടേ, അപ്പോൾ ഈ ലെങ്ത് എത്രയാണെന്നുള്ളതിനെയും അതുപോലെ തന്നെ അതായത് ഇതിന്റെ തിക്നെസ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ തിക്നെസ്സിന് അല്ലെങ്കിൽ ലെങ്ത് തിക്നെസ്, അതായത് ആ പാത്തിന്റെ ലെങ്ത് എത്രയുണ്ട്, ലൈറ്റ് നമ്മുടെ സാമ്പിളിലൂടെ പോകുമ്പോഴുള്ള പാത്ത് ലെങ്ത് ഇല്ലേ, അതിനാണ് L എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ തിക്നെസ് എന്ന് പറയാം. ആ ക്യൂവറ്റിന്റെ തിക്നെസ്, അതെടുക്കുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ട്യൂബില്ലേ, അതിന്റെ തിക്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ തിക്നെസ്സിനെയും അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനെയാണ് അബ്സോർബൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത്, കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് വിചാരിച്ചു, അപ്പം മാക്സിമം ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, കുറച്ചിന് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പുറത്തേക്ക് വരുന്നതാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഓക്കെ, പുറത്തേക്ക് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കാനും മാക്സിമം അബ്സോർബൻസ് ഉണ്ടാവും, മാക്സിമം അബ്സോർബ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്
പെർസെൻറ്റേജ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറച്ച് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, ഈ പാത്ത് ലെങ്ത് കൂടുതലാണ്, ഇത് വലിയ ക്യൂവറ്റാണ് നമ്മൾ എടുക്കുന്നത്. വലിയ ക്യൂവറ്റ് എടുക്കണമെങ്കിൽ മാക്സിമം അബ്സോർബ് ചെയ്യപ്പെടും ഇതിനകത്ത് തന്നെ. ഇത് കുറച്ച് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ബിയർ ലാംബേഴ്സിലോ, അതായത് അബ്സോർബൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞത്. അബ്സോർബൻസിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, A equal to log I0 divided by I. ഓക്കെ, log I0 divided by I എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ അബ്സോർബൻസ് A എന്ന് പറയുന്നത് log I0 divided by അബ്സോർബൻസിനെ A എന്ന് പറയുന്നതിന് അബ്സോർബൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. ചില സമയത്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ അബ്സോർബൻസ് എന്നാണ് പറയാം. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മോളാർ അബ്സോർപ്റ്റിവിറ്റി എന്നും പറയാറുണ്ട്. മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മോളാർ അബ്സോർപ്റ്റിവിറ്റി എന്നും പറയാറുണ്ട്. സി കോൺസെൻട്രേഷൻ ആണ്, L ലെങ്ത് ആണ്. സോ A എന്ന് പറയുന്നത് ലോഗ് I0 ഡിവൈഡ് ബൈ I. അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഇനീഷ്യലി ആ സൊല്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ട്, മീൻസ് അതായത് I0 എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഴ്സ് ഉണ്ട്, അതായത് നമ്മൾ UV വിസിബിൾ റീജിയനിലുള്ള ലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിലൂടെ ഒരു മോണോക്രോമാറ്ററിലൂടെ നമ്മൾ പാസ് ചെയ്യുകയാണ്. അപ്പോൾ മോണോക്രോമാറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒറ്റൊരു ലൈറ്റ്, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് മാത്രമാണ് പാസ് ചെയ്ത് പോവുക. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നമ്മൾ റെഫറൻസിലൂടെ ഒരു റെഫറൻസ് സാമ്പിളിലൂടെ പാസ് ചെയ്യുകയാണ്. അതായത് സൊല്യൂഷൻ ഇല്ലാതെ ഒരു ബ്ലാങ്കിലൂടെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ, പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്, I0 എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളൊരു ബ്ലാങ്ക് സൊല്യൂഷനിലൂടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു UV വിസിബിൾ റീജിയനിലുള്ള ഒരു ലൈറ്റിനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ, ബ്ലാങ്കിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്കിൽ എന്തെങ്കിലും അബ്സോർബൻസ് സംഭവിക്കില്ല അല്ലേ, ബ്ലാങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല, കാരണം സൊല്യൂഷൻ ഒന്നും ഇല്ല. അപ്പം അബ്സോർബ് ചെയ്യാതെ കംപ്ലീറ്റ് എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നോ അത്രയും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. സോ I0 എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ദി ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. അപ്പോൾ അതായത് നമ്മൾ എത്ര മാത്രം കൊടുത്തോ അത്ര തന്നെ നമുക്ക് കിട്ടും റെഫറൻസിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ സാമ്പിളിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ, ബാക്കി വരുന്നതിനെയാണ് നമ്മൾ I എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. ഇതിനെ ട്രാൻസ്മിറ്റൻസ് വിളിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആണ് I എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അബ്സോർബ് ചെയ്യപ്പെടും, ബാക്കി വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് I. ഇനി റെഫറൻസ് അല്ലെങ്കിൽ ബ്ലാങ്കിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് എത്രയായിരുന്നു പാസ് ചെയ്തത് അത്രയും ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും ട്രാൻസ്മിറ്റഡ് ആയിട്ട്. ഓക്കെ, അതാണ് I0ഉം Iയും എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇക്വേഷൻസ് 2-3 കൂടി ഞാൻ എഴുതാം. അപ്പം അബ്സോർബൻസ് A എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താം, ലോഗ് ഓഫ് 1 ട്രാൻസ്മിറ്റൻസ് എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അബ്സോർബൻസ് ഈക്വൽ എന്ത് ചെയ്താൽ -log T എന്ന് എഴുതാം. ഇതിനെ മാറ്റി എഴുതിയാൽ -log T എന്നായി മാറും. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ലോഗ് 1 ട്രാൻസ്മിറ്റൻസ് എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഇക്വേഷനും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ സാധാരണ ബിയർ ലാംബേഴ്സിൽ ഒന്ന് ക്വസ്റ്റ്യൻസ് ചെറുതായിട്ട് ചോദിക്കാറുണ്ട്, ഈസിയാണ്, പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് ട്രാൻസ്മിറ്റൻസ് 90% ആണെങ്കിൽ, ട്രാൻസ്മിറ്റൻസ് 90% ആണെങ്കിൽ അബ്സോർബൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രാൻസ്മിറ്റൻസ് 90%, അബ്സോർബൻസ് എത്ര? അബ്സോർബൻസിന്റെ ഇക്വേഷൻ എന്താണ്, A = log I0 ഡിവൈഡഡ് ബൈ I, അല്ലെങ്കിൽ 1/T വെച്ചും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ചെയ്യുവാണ്, log I0 ഡിവൈഡ് ബൈ I, log I0 ഡിവൈഡ് ബൈ I അല്ലേ. ഓക്കെ, I0 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബ്ലാങ്കിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് 90% ആണ്, അതായത് I = 90% ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. I 90%, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി 90 ആണ്. പെർസെൻറ്റേജ് വേണ്ട, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിന് ഇൻറ്റൻസിറ്റി എഴുതുമ്പോൾ പെർസെൻറ്റേജിൽ എഴുതണ്ട. ട്രാൻസ്മിറ്റൻസ് 90% ആണ്, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സാമ്പിളിലൂടെ പാസ് ചെയ്തിട്ട് ബാക്കി വരുന്നത് നമ്മൾ നേരത്തെ വരച്ചില്ലേ, അതിൻ്റെ ഇൻറ്റൻസിറ്റി 90 ആണ്. അപ്പോൾ I 90 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ I0 എത്ര ആയിരിക്കും? നമ്മൾ പറഞ്ഞു I0 എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഇൻറ്റൻസിറ്റി ആണ്. മാക്സിമം എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും, ഇൻറ്റൻസിറ്റി 100% ഉണ്ടാവും. അപ്പോൾ I0 എപ്പോഴും എന്തായിരിക്കും, 100 ആയിരിക്കും. I0 എപ്പോഴും 100 ആയിരിക്കും കേട്ടോ.
എന്തുകൊണ്ടാണ്? കാരണം നമ്മളൊരു റെഫറൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. റെഫറൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മൾ I0 തന്നെയാണ് ഉണ്ടാവുക. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ I0 തന്നെ കിട്ടും. അതായത് 100% ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് പാസ് ചെയ്താൽ തിരിച്ചും നമുക്ക് 100% ഉള്ള ലൈറ്റ് തന്നെയാണ് കിട്ടുന്നത്. കാരണം ബ്ലാങ്കിലൂടെ പാസ് ചെയ്യുന്നതും പാസ് ചെയ്യാണ്ടിരിക്കുന്നതും ഒക്കെ ഒരുപോലെയാണ്. ഓക്കെ, കാരണം അവിടെ അബ്സോർബ് ചെയ്യപ്പെടില്ല, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ I0 എപ്പോഴും 100 ആയിരിക്കും. സോ നമുക്കിത് ചെയ്യാം. അപ്പോൾ ലോഗ് 10/9 നമുക്ക് കിട്ടും അല്ലേ? ലോഗ് 10/9 ഓൾമോസ്റ്റിന്റെ വാല്യൂ ഒരു 0.1 അടുത്ത് വരും. ഓക്കെ, അപ്പോൾ 0.1 ആണ് ഇതിന്റെ എന്ത് വരിക? അബ്സോർബൻസ് വരുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ അബ്സോർബൻസ് ഫോർ എ സൊല്യൂഷൻ വിത്ത് ട്രാൻസ്മിറ്റൻസ് 20%. ട്രാൻസ്മിറ്റൻസ് 20% ആണെങ്കിൽ അതിന്റെ അബ്സോർബൻസ് എത്ര വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രാൻസ്മിറ്റൻസ് 20, അപ്പോൾ T = 20% ആണെങ്കിൽ അബ്സോർബൻസ് എത്ര വരും? ലോഗ് I0/I വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ലോഗ് I0/I, ലോഗ് 100 ആണ് I0 വരിക, I എത്ര വരും? 20 വരും. സോ 100/20 = ലോഗ് 5 അല്ലേ? ലോഗ് 5 എന്ന് പറയുമ്പോൾ 0.6989 ആണ് വാല്യൂ വരിക ലോഗ് 5ന്റെ. അപ്പോൾ ഇതാണ് ഇതിന്റെ അബ്സോർബൻസ് വരിക. അപ്പോൾ ട്രാൻസ്മിറ്റൻസ് എന്നിട്ട് അബ്സോർബൻസ് കാണാൻ നമുക്കറിയാം. വേറൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അബ്സോർബൻസ് ഓഫ് എ കോമ്പൗണ്ട് വിത്ത് 50% അബ്സോർപ്ഷൻ. 50% അബ്സോർപ്ഷൻ സംഭവിച്ച ഒന്നിന്റെ അബ്സോർബൻസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് 50% അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഒരു സൊല്യൂഷന്റെ. അപ്പോൾ അതിന്റെ അബ്സോർബൻസ് എത്രയായിരിക്കും? അബ്സോർബൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ലോഗ് I0/I ആണ്. അതിൽ ലോഗ് I0 നമുക്കറിയാം 100 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? I എത്രയെന്ന് അറിയില്ല. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 50% അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 50% അല്ലേ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ടോട്ടൽ 100% ഉള്ളത് 50% അബ്സോർബ് ചെയ്തു. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്തത് എത്രയായിരിക്കും? 50 ആയിരിക്കും. സോ 100/50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് 2 കിട്ടും അല്ലേ? ലോഗ് 2 എന്ന് പറയുമ്പോൾ 0.3010 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതായത് ഇവിടെ I എടുത്തിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന അബ്സോർപ്ഷൻ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് 50. അതായത് അബ്സോർപ്ഷൻ 50% ആണ്, പക്ഷെ ട്രാൻസ്മിറ്റൻസ് ഒപ്പം എന്തായിരിക്കും? 50% ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേറൊരു പ്രോബ്ലം കൂടി ഉണ്ട്. ഇഫ് 90% അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ 90% അബ്സോർപ്ഷൻ എന്നാണ് പറഞ്ഞത്, ട്രാൻസ്മിറ്റൻസ് അല്ല പറഞ്ഞത് കേട്ടോ. അബ്സോർപ്ഷൻ ആണ് 90%. അങ്ങനെയാണെങ്കിൽ അബ്സോർബൻസ് എത്രയായിരിക്കും? A = ലോഗ് I0/I ആണ് വരും. അപ്പോൾ ലോഗ് I0 100 ആണ്, I എത്ര വരും? 90% അബ്സോർബ് ചെയ്യപ്പെട്ടു. അപ്പോൾ ട്രാൻസ്മിറ്റൻസിന്റെ ഇന്റൻസിറ്റി ആണ് I എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 90 എഴുതരുത്. I എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി. അപ്പോൾ 90% അബ്സോർബ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 100ൽ 10. ഓക്കെ, അപ്പോൾ 100/10 എന്ന് പറയുമ്പോൾ ലോഗ് 10 = 1 ആണ് അബ്സോർബൻസ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ ട്രാൻസ്മിറ്റൻസ് തന്നിട്ട് അബ്സോർബൻസ് കാണാൻ പറഞ്ഞാൽ സാധാരണ പോലെ നമുക്ക് ചെയ്യാം, വാല്യൂ കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ 90% ട്രാൻസ്മിറ്റൻസ് ആണെങ്കിൽ 100/90 ചെയ്യാം. ഇനി അബ്സോർബൻസ് തന്നു, 90% അബ്സോർപ്ഷൻ ആണ്. ഇനി അബ്സോർബൻസ് കാണണം, അതായത് എത്രമാത്രം അബ്സോർബ് ചെയ്തു എന്ന് തന്നു. ഇതിന്റെ അബ്സോർബൻസ് കാണാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ 100ൽ നിന്ന് 90 മൈനസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടെ എഴുതേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. ബിയർ-ലാംബേർട്ട്സിലൊന്ന് ഈ ടൈപ്പ് പ്രോബ്ലംസ് വരാറുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എ കോമ്പൗണ്ട് വിത്ത് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഷോസ് 50% ട്രാൻസ്മിറ്റൻസ് മെഷേർഡ് യൂസിങ് ക്യുവറ്റ് ഓഫ് 10 millimeter, അതായത് 1 centimeter. ഓക്കെ, 1 centimeter path length. Find out the transmittance using 3 centimeter path length. 3 centimeter path length ഉള്ള ക്യുവറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റൻസ് എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതായത് ഒരു കോമ്പൗണ്ടിന് 50% ട്രാൻസ്മിറ്റൻസ് ഉണ്ട്. എങ്ങനെ? അതിൻ്റെ ക്യുവറ്റിൻ്റെ പാത്ത് ലെങ്ത്ത് 1 centimeter ആയപ്പോൾ, അതായത് ഈ ക്യുവറ്റിൻ്റെ പാത്ത് ലെങ്ത്ത് L എന്ന് പറയുന്നത് 1 centimeter. പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ, ഈ തിക്നെസ് ആണ്. അപ്പോൾ ഈ തിക്നെസ് എന്ന് പറയുന്നത് 1 centimeter ആയപ്പോൾ ഇതിലൂടെ പാസ് ചെയ്ത ലൈറ്റ് 50% ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ക്യുവറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 3 centimeter ആണെങ്കിൽ, 3 centimeter തിക്നെസ് ഉള്ള ക്യുവറ്റ് ആണെങ്കിൽ ട്രാൻസ്മിറ്റൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഈ I0 I-ന്റെ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും, ട്രാൻസ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്മിറ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം നോക്ക്, സിംപിളി
അതായത് 1 സെന്റിമീറ്റർ ലെങ്ത് ആണെങ്കിൽ ലൈറ്റ് പാസ് ചെയ്താൽ 50% അബ്സോർബ് ചെയ്യും, 50% ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ 100% ഉള്ള ലൈറ്റാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ 100% ഇന്റൻസിറ്റി ഉള്ള ലൈറ്റാണ് പാസ് ചെയ്യുന്നത്. അതിൽ 50%നെ ഈ 1 സെന്റിമീറ്ററിനകത്ത് അബ്സോർബ് ചെയ്തു, ബാക്കി 50%നെ ട്രാൻസ്മിറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ ലെങ്ത് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 1 സെന്റിമീറ്റർ കൂടിയതാണ് അല്ലേ. ഇത് 1 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ 1 സെന്റിമീറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ 100% ഉള്ളത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 50% ആയിട്ട് മാറി ഇവിടെ എത്തുമ്പോഴേക്ക് അല്ലേ. നമുക്കറിയാം, കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 സെന്റിമീറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ 50% ആയി മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തേലൂടെ പാസ് ചെയ്യുമ്പോൾ എത്രയായി മാറും? ഓൾറെഡി ഇപ്പോൾ 50% ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ. അടുത്ത 1 സെന്റിമീറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ 50% അബ്സോർബ് ചെയ്യപ്പെടുക അല്ലേ. കാരണം 1 സെന്റിമീറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ 50% അബ്സോർബ് ചെയ്യും, 50% ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി 100 പാസ് ചെയ്തിട്ട് 1 സെന്റിമീറ്റർ കഴിഞ്ഞപ്പോൾ അത് 50% അബ്സോർബ് ചെയ്തു, 50% ട്രാൻസ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് 1 സെന്റിമീറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ 50% ആണ് നെക്സ്റ്റ് 1 സെന്റിമീറ്ററിലൂടെ എൻ്റർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ 50% ബാക്കി ഉണ്ടാവുക. അതായത് 50യുടെ 50% എത്രയാ? 25%. ഇനി നെക്സ്റ്റിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ലൈറ്റ് എത്രയായിരിക്കും? 25%ന്റെ 50% ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ 12.5% ആണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വരിക. നമ്മളിത് കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് പറയേണ്ട, കാരണം അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ കൺഫ്യൂസിങ് ആകുമായിരിക്കും. നമ്മൾ മൈൻഡിൽ ചിന്തിച്ച് നോക്കാം, 1 സെന്റിമീറ്ററിലൂടെ നമ്മൾ 100% ഉള്ള ലൈറ്റ് പാസ് ചെയ്താൽ അതിൻ്റെ 50% അത് അബ്സോർബ് ചെയ്യും, അതിൻ്റെ 50% പുറത്തു വിടുക. അപ്പോൾ 50% ബാക്കി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ ലെങ്ത്തിൻ്റെതിലൂടെ എത്രമാത്രം അബ്സോർബ് ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ കൂടിയതാണ് അല്ലേ പാത്ത് ലെങ്ത്ത്. അപ്പോൾ ആദ്യത്തെ 1 സെന്റിമീറ്ററിലൂടെ പോകുമ്പോൾ അതിൻ്റെ 50%, അതായത് 50%. ഇനി നെക്സ്റ്റിൽ പാസ് ചെയ്യുമ്പോൾ 50ന്റെ 50%, 25% മാറും. നെക്സ്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ 25ന്റെ 50%, അതായത് 12.5 ആയിരിക്കും. അപ്പം ടോട്ടൽ 3 സെന്റിമീറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ 12.5% ട്രാൻസ്മിറ്റൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതൊന്നും നമ്മൾ ആലോചിച്ച് നോക്കുക. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നമ്മൾ മൈൻഡിൽ കുറേ തവണ ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. നെക്സ്റ്റ് പറയുന്നത് UV വിസിബിൾ സ്പെക്ട്ര ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ UV വിസിബിൾ സ്പെക്ട്ര ആണ് പറയുന്നത്. അപ്പോൾ UV വിസിബിൾ സ്പെക്ട്ര പറയുമ്പോൾ നമുക്കറിയാം, UV റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്നത്. ലോവർ ലെവലിലുള്ള ഇലക്ട്രോൺസ് ഹയർ ലെവലിലേക്ക് പാസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇലക്ട്രോൺസ് തന്നെ പലതരത്തിലുണ്ട്. സിഗ്മ ഇലക്ട്രോൺ ഉണ്ടാവും, പൈ ഇലക്ട്രോൺസ് ഉണ്ടാവും, നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഓരോ ലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ ഹയർ എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ സിഗ്മ ഇലക്ട്രോൺസിനെ. കാരണം സിഗ്മ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ഹൈ എനർജി വേണം. കാരണം സിഗ്മ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയ ബോണ്ടിങ് ആണ്. അത് നമുക്ക് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്ത് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സിഗ്മ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് പൈ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ടൈപ്സ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ സിഗ്മ ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺസ്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇതിൻ്റെ ട്രാൻസിഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സിഗ്മ എനർജി ലെവലാണ് ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടാവുക, പിന്നെ പൈ, പിന്നെ നോൺ ബോണ്ടിങ്, പിന്നെ പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ്, പിന്നെ സിഗ്മ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ആണ് ഉണ്ടാവുക. സോ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ടാവും. അതുപോലെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും സംഭവിക്കും. പിന്നെ എൻ ടു സിഗ്മ സ്റ്റാറും സംഭവിക്കും, എൻ ടു പൈ സ്റ്റാറും ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എനർജി കൂടുന്ന ഓർഡറിലാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ട്രാൻസിഷൻ്റെ ഏറ്റവും എനർജി കൂടുതലായിരിക്കുക സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആണ് എനർജി കൂടുതൽ. അപ്പോൾ സിഗ്മ ബോണ്ടിങ്ങിനെ ട്രാൻസിഷൻ സംഭവിപ്പിക്കാനാണ്, എക്സൈറ്റ് ചെയ്യിപ്പിക്കാനാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ എനർജി ആവശ്യം വരും. അപ്പോൾ എനർജീൻ്റെ ഓർഡർ സിഗ്മ ടു സിഗ്മ സ്റ്റാർ കഴിഞ്ഞാൽ എൻ ടു സിഗ്മ സ്റ്റാർ ആണ്. ഓക്കെ, എന്നിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്കാണ്. പിന്നെ എനർജി ഇതാ ഇത്രയും കൂടുതലുള്ളത് അല്ലേ, എനർജി കൂടുതലുള്ളത് തന്നെയാണ് എൻ ടു സിഗ്മ സ്റ്റാറിനാണ്. അത് കഴിഞ്ഞാൽ പൈ ടു പൈ സ്റ്റാറിനാണ് എനർജി കൂടുതൽ. അത് കഴിഞ്ഞാലാണ് എൻ ടു പൈ സ്റ്റാറിന് വരിക. അപ്പോൾ ഇതാണ് എനർജീൻ്റെ ഓർഡർ. ഇപ്പോൾ ട്രാൻസിഷൻസ് 4 ട്രാൻസിഷൻസ്, സിഗ്മ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് നടക്കും. കാരണം ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആകുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ എനർജിയിലുള്ള ഇൻക്രീസിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ CH3Cl എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് പറയുകയാണ്. CH3
സി എ. ഇതിനകത്ത് ഏതൊക്കെ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ പോസിബിൾ ആണ് അല്ലെ? എന്തുകൊണ്ട്? സിഗ്മ ഇലക്ട്രോൺസ് ഉണ്ട്, ഇതൊക്കെ സിഗ്മ ബോണ്ടിങ് ആണ്, സിഗ്മ ബോണ്ടിങ് ആണ്. പൈ ബോണ്ടിങ് ഇല്ല, അതുകൊണ്ട് പൈ ടു പൈ സ്റ്റാർ ഉണ്ടാവില്ല. ഓക്കെ, എൻ ടു പൈ സ്റ്റാറും ഉണ്ടാവില്ല. നെക്സ്റ്റ്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഉണ്ട്. ക്ലോറിൻ ലോൺ പെയർ ഉണ്ട് അല്ലെ? ക്ലോറിൻ ലോൺ പെയർ ഉണ്ട്. സോ ക്ലോറിൻ ലോൺ പെയർ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ക്ലോറിന്റെ കേസിൽ എൻ ടു സിഗ്മ സ്റ്റാർ പോസിബിൾ ആണ്. അങ്ങനെ 2 ട്രാൻസിഷൻസ് ആണ് യു വി വിസിബിളിൽ ഈ ഒരു കോമ്പൗണ്ടിന് പോസിബിൾ ആയിട്ടുള്ളത്. എങ്ങനെ മനസ്സിലാക്കാൻ? ബോണ്ടിങ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പൈ ഇല്ല, പൈ ബോണ്ടിങ് ഇല്ല എന്നുള്ളത് പൈൻ്റെ 2 ഒഴിവാക്കുക, ബാക്കി 2 മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വാട്ടറിന്റെ കേസിൽ H2O കേസിൽ H2O കേസിൽ എന്താണ്? സെയിം ആണ് അല്ലേ? H2O നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇല്ലേ? 2. സോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ? സോ എന്തുണ്ട്? സിഗ്മ ടു സിഗ്മ സ്റ്റാറും എൻ ടു സിഗ്മ സ്റ്റാറും ട്രാൻസിഷൻസ് നടക്കും. പക്ഷെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും എൻ ടു പൈ സ്റ്റാറും ഇല്ല, കാരണം പൈ ബോണ്ടിങ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പൈ ബോണ്ടിങ് ഉള്ള ഏതെങ്കിലും ഒന്ന് എടുക്കാം. CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതിന്റെ കേസിൽ എന്തുണ്ട്? സിഗ്മ ബോണ്ടിങ് ഉണ്ട് അല്ലേ? കാർബണും ഹൈഡ്രജനും നമ്മൾ സിഗ്മ ബോണ്ടിങ് അല്ലേ? CH2 എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ CH2. ഓക്കെ, കാർബണും ഹൈഡ്രജനും നമുക്ക് സിംഗിൾ ബോണ്ടിങ് ആണ്, സിഗ്മ ബോണ്ടിങ് ആണ്. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കും. എൻ ടു സിഗ്മ സ്റ്റാർ നടക്കുമോ? ഇല്ല, കാരണം ഇവിടെ നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഒന്നും ഇല്ല, ലോൺ പെയർ ഒന്നും ഇല്ല. പൈ ടു പൈ സ്റ്റാർ നടക്കുമോ? നടക്കും അല്ലെ? എന്തുകൊണ്ട്? പൈ ബോണ്ടിങ് ഉണ്ട്. സോ പൈ ടു പൈ സ്റ്റാർ നടക്കും. എൻ ടു പൈ സ്റ്റാർ നടക്കില്ല, കാരണം നോൺ ബോണ്ടിങ് ഇല്ല. അപ്പോൾ ഇവിടെ നോൺ ബോണ്ടിങ് ഇല്ല. സോ സിഗ്മ ടു സിഗ്മ സ്റ്റാറും പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും ആണ് നടക്കുക. ഇനി അസറ്റോണിന്റെ കേസ് പറയുകയാണെങ്കിൽ CH3 C ഡബിൾ ബോണ്ട് O CH3ന്റെ കേസിൽ ഏതൊക്കെ ട്രാൻസിഷൻസ് നടക്കും? സിഗ്മ ബോണ്ട് ഉണ്ട് അല്ലേ? കാർബൺ ഹൈഡ്രജൻ ബോണ്ടും കാർബൺ ബോണ്ടൊക്കെ ഉണ്ട്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ നടക്കും. പൈ ടു പൈ സ്റ്റാർ നടക്കും, കാരണം എന്താണ്? പൈ ബോണ്ടിങ് ഉണ്ട് ഇവിടെ. പൈ ടു പൈ സ്റ്റാർ നടക്കും. എൻ ടു സിഗ്മ സ്റ്റാർ നടക്കും. ഓക്സിജന് നോൺ ബോണ്ടിങ് ഉണ്ട്, ലോൺ പെയർ ഉണ്ട് ഓക്സിജന്. സോ എൻ ടു സിഗ്മ സ്റ്റാർ നടക്കും. അതുകൊണ്ട് തന്നെ എൻ ടു സിഗ്മ സ്റ്റാർ നടക്കും, എൻ ടു പൈ സ്റ്റാർ നടക്കും അല്ലേ? കാരണം പൈ ബോണ്ടിങ്ങും ഉണ്ട്. സോ 4 ട്രാൻസിഷൻസ് പോസിബിൾ ആണ് ആരുടെ കേസിൽ? അസറ്റോണിന്റെ കേസിൽ. കാരണം എല്ലാത്തരം ബോണ്ടിങ്ങും ഉണ്ട്, സിഗ്മ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്, ലോൺ പെയർ നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ലോൺ പെയർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് യു വി വിസിബിൾ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. 4 ടൈപ്സ് ഓഫ് ട്രാൻസിഷൻസ്. ഓരോ കോമ്പൗണ്ട് കണ്ടാലും എത്രമാത്രം ട്രാൻസിഷൻസ് അതിനകത്ത് ഉണ്ട്, പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പറയാനുള്ളത് വുഡ്വാർഡ് ഫിഷർ റൂളാണ്. വുഡ്വാർഡ് ഫിഷർ റൂളിനകത്ത് പറയുന്നത് മാക്സിമം അബ്സോർബൻസ് എത്രയായിരിക്കും എന്നുള്ളത്. അതായത് മാക്സിമം ലാംഡ മാക്സിമം ഇത്ര വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് വുഡ്വാർഡ് റൂളിൽ പറയുന്നത്. അപ്പോൾ വുഡ്വാർഡ് റൂൾ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് വുഡ്വാർഡ് റൂൾ. വുഡ്വാർഡ് റൂൾ നമ്മൾ ബേസിക് പഠിക്കുന്നുണ്ട്. വുഡ്വാർഡ് ഫിഷർ റൂളാണ് കേട്ടോ. വുഡ്വാർഡ് റൂള് ലാംഡ മാക്സിന്റെ കാൽക്കുലേഷനാണ് യൂസ് ചെയ്തത്. ലാംഡ മാക്സ് ഫോർ കോൺജുഗേറ്റഡ് ഡൈയിൻസ്, കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡൈയിൻസിന്റെ കേസിൽ, അതായത് 2 ഡബിൾ ബോണ്ട് ഉള്ള കേസിൽ. ഓക്കെ, കോൺജുഗേറ്റഡ് ഡൈയിൻസിന്റെ കേസിൽ ലാംഡ മാക്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വുഡ്വാർഡ് ഫിഷർ റൂൾ യൂസ് ചെയ്യുന്നത്. ലാംഡ മാക്സ്, അതായത് അബ്സോർപ്ഷൻ മാക്സിമ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അതിനൊരു റൂളൊക്കെ ഉണ്ട്. അതായത് ഹെട്രോ അന്നുലാർ ഡൈയിൻസ് ആണെങ്കിൽ, ഹെട്രോ അന്നുലാർ ഡൈയിൻസ് ആണെങ്കിൽ അതിന്റെ ഹെട്രോ അന്നുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാനേ. ഇപ്പോൾ 2 റിങ് ഉണ്ട്, അതിൽ ഒരു ഡബിൾ ബോണ്ട് ഇവിടെയും കോൺജുഗേഷൻ ഒരു ഡബിൾ ബോണ്ട് ഇവിടെയും. അതായത് 2 റിങ്ങും ഹെട്രോ 2 വേറെ വേറെ റിങ്ങിനകത്താണുള്ളത് ഡബിൾ ബോണ്ട് അല്ലേ? ഇതാണ് കോൺജുഗേഷൻ ഉണ്ട്, പക്ഷെ ഇതാ ഇവിടെ കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനാണ് ഹെട്രോ അന്നുലാർ ഡൈ എന്ന് പറയുന്നത്. ഹോമോ അന്നുലാർ ആണെങ്കിലോ ഒരേ റിങ്ങിനകത്ത് തന്നെ 2 കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ, കോൺജുഗേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരേ റിങ്ങിലാണെങ്കിൽ ഹോമോ അന്നുലാർ, വ്യത്യസ്ത റിങ്ങിലാണെങ്കിൽ ഹെട്രോ അന്നുലാർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഹെട്രോ അന്നുലാർ ഡൈയിൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ 214 നാനോമീറ്റർ ആണ് വരിക. പിന്നെ ആൽക്കൈൽ റെസിഡ്യൂ ഉണ്ടെങ്കിൽ, ഇതിങ്ങനെ എഴുതി വെക്കുക, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൽക്കൈൽ റെസിഡ്യൂ ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ നമ്മൾ ആഡ് ചെയ്യണം. റിംഗ് റെസിഡ്യൂ ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ ആഡ് ചെയ്യണം. പിന്നെ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ ആഡ് ചെയ്യാം. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ, എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ട്
എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനിലുള്ള ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിന് 30 നാനോമീറ്റർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഇത്ര മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഹെറ്ററോ അനുലാർ ഡൈയിൻസിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി ഹോമോ അനുലാർ ആണെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ സെയിം ആണ്. ഹോമോ അനുലാറിന്റെ കേസിൽ ഈ 214 പകരം എന്തായിരിക്കും 253 നാനോമീറ്റർ ആയിരിക്കും ലാംഡ മാക്സ്. അപ്പോൾ ടോട്ടൽ ലാംഡ മാക്സ് ഒരു കോമ്പൗണ്ടിന്റെ എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോ കോമ്പൗണ്ടിന് അബ്സോർപ്ഷൻ മാക്സിമം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ വാല്യൂസ് ഒന്ന് നോക്കാം. ഈ വാല്യൂസ് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ലാംഡ മാക്സ് എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ നമുക്ക് ആവശ്യമുള്ളത് കോൺജുഗേറ്റഡ് ഡൈയിൻസ് ആണ്. കോൺജുഗേറ്റഡ് ഡൈയിൻസിന്റെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡൈയിൻ ഏതാണെന്ന് നോക്കാം. ആ ഡൈയിന്റെ ഇപ്പുറത്തും നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ റൗണ്ട് ഇട്ട് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഒന്നാമത്തെ കാര്യം ഇതെന്താണ്, ഹെറ്ററോ അനുലാർ ഡൈയിൻ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഇതിനെ ഹെറ്ററോ അനുലാർ ഡൈയിൻ ആണ്. ഓക്കെ, സോ റിംഗ് അല്ലാത്ത സ്ട്രക്ചറിനെ നമ്മൾ ഹെറ്ററോ അനുലാർ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ 214 നാനോമീറ്റർ ആദ്യം എഴുതുക, 214 നാനോമീറ്റർ. നെക്സ്റ്റ് ഇതിൽ വരുന്നത് എന്താണ്, ആൽക്കൈൽ റെസിഡ്യൂ ഉണ്ടോ നോക്കാം. ആൽക്കൈൽ റെസിഡ്യൂ എത്രയുണ്ട്? ആൽക്കൈൽ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിന്റെ തൊട്ടപ്പുറത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടോ അല്ലേ, CH3 ഗ്രൂപ്പോ CH3 CH2 ഗ്രൂപ്പോ ഒക്കെ ഉണ്ടോ നോക്കിയാൽ മതി. ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, കാരണം ഇത് നമ്മൾ റൗണ്ട് ഇട്ട് വെച്ച ഭാഗം ടച്ച് ചെയ്യുന്നത് നോക്കിയാൽ മതി. കണ്ട, ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ആൽക്കൈൽ ഗ്രൂപ്പിലാണ്. ഇവിടെയും അതേപോലെ ആൽക്കൈൽ ഗ്രൂപ്പിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന് 5 നാനോമീറ്റർ ആണ്. ഇപ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പിന് 2 × 5 നാനോമീറ്റർ. പിന്നെ ഇതിനകത്ത് റിംഗ് റെസിഡ്യൂ, കാരണം ഇത് റിംഗ് റെസിഡ്യൂ എന്ന് പറയണമെങ്കിൽ ഇത് ആരോമാറ്റിക് ഗ്രൂപ്പ് മീൻസ് റിംഗ് ഗ്രൂപ്പ് ആവണം. ഇത് റിംഗ് അല്ല, അതുകൊണ്ട് റിംഗ് റെസിഡ്യൂ ഇല്ല. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് പറയണമെങ്കിലും അത് റിംഗ് ആവണം. പിന്നെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ടോ എന്ന് നോക്കണം. എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഒന്നും ഇല്ല. ഇത് വരച്ച് കഴിഞ്ഞാൽ ഇത് ആകെ കോൺജുഗേറ്റഡ് ഡൈ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒരു ഡബിൾ ബോണ്ടും കൂടി ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്തപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷനും ഇല്ല. ഹോമോ അനുലാർ അല്ല, ഹെറ്ററോ അനുലാർ ആണ്. സോ എത്ര കിട്ടും നമുക്ക്? 214 10 224 നാനോമീറ്റർ എന്ന് കിട്ടും. അതാണ് ഇതിന്റെ എന്ത് ലാംഡ മാക്സ് എന്ന് പറയുന്നത്. ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിന്റെ കേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേറൊരു കോമ്പൗണ്ട് എടുത്തു വെക്കാം. കുറേ കോമ്പൗണ്ട്സിന് ഇതുപോലെ ചെയ്യണം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു റിംഗ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോമ്പൗണ്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഹെറ്ററോ അനുലാർ ആണ് നമുക്കറിയാം അല്ലേ, കാരണം ഡബിൾ ബോണ്ട് ഓരോ റിംഗിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കോൺജുഗേറ്റഡ് ഡൈയിൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റൗണ്ടിനകത്ത് ഇട്ട് വെക്കണം. സോ ഇവിടെയാണ് കോൺജുഗേറ്റഡ് ഡൈയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നത് ബ്ലൂ കൊണ്ട് ഞാൻ വരക്കാം. ഓക്കെ, സോ ഇവിടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് വരുന്നത്. സാധാരണ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ആ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഡബിൾ ബോണ്ട് എൻഡ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബട്ട് ഇവിടെ ഒരു എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട് അല്ലേ. കാരണം എന്താണ്, എക്സ്ട്രാ ഒരു റിംഗ് കോൺജുഗേറ്റഡ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതായത് ഈ റിംഗിനോട് അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്യണം. ഇപ്പൊ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, സോ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വരച്ചത് അല്ലേ. സാധാരണ കോൺജുഗേറ്റഡ് ഡൈയിൻസ് മാത്രമേ നമ്മൾ ഇങ്ങനെ റൗണ്ടിനുള്ളിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. പക്ഷെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ കൂടി ഉൾപ്പെടുത്തി. ഓക്കെ, സോ നെക്സ്റ്റ് ഹെറ്ററോ അനുലാർ ഡൈയിൻ ആണ്. 214 നാനോമീറ്റർ ഹെറ്ററോ അനുലാർ ആണ് അല്ലേ, കാരണം എന്താണ് 2 റിംഗിന്റെ 2 സൈഡ് ആയിട്ടുള്ളത്. പിന്നെ ആൽക്കൈൽ റെസിഡ്യൂ എത്ര എണ്ണം ഉണ്ട്? ഒരു ആൽക്കൈൽ റെസിഡ്യൂക്ക് 5 നാനോമീറ്റർ ആണ്. അപ്പൊ ആൽക്കൈൽ റെസിഡ്യൂ നോക്കി, ഇത് ടച്ച് ചെയ്യുന്ന ഭാഗം നോക്കിയാൽ മതി. ഇതാ ഇവിടെ ഒരു ആൽക്കൈൽ റെസിഡ്യൂ ഉണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ റെസിഡ്യൂ ഉണ്ട് അല്ലേ, ഈ ഭാഗം ടച്ച് ചെയ്യുന്ന ഭാഗം. അതുപോലെ ഈ ഭാഗം ടച്ച് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ഒരു റൗണ്ട് വരച്ച് കഴിഞ്ഞാൽ ടച്ച് ചെയ്യുന്ന ഭാഗം നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് ആൽക്കൈൽ റെസിഡ്യൂ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 3 ആൽക്കൈൽ റെസിഡ്യൂ ഉണ്ട്. 3 × 15. ഓക്കെ, 3 × 5. ഓക്കെ, അതായത് ഒരു ആൽക്കൈൽ റെസിഡ്യൂക്ക് 5 നാനോമീറ്റർ ആണ്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് റിംഗ് റെസിഡ്യൂ ഉണ്ടോ നോക്കാം. റിംഗ് റെസിഡ്യൂ 5 നാനോമീറ്റർ ആണ്. അതായത് നമ്മളിപ്പോൾ ആൽക്കൈൽ റെസിഡ്യൂ റിംഗ് റെസിഡ്യൂവിനെ നമ്മൾ ഒന്നായിട്ട് തന്നെയാണ് കൂട്ടിയിട്ടുള്ളത്. ഒന്നുകിൽ ആൽക്കൈൽ റെസിഡ്യൂ അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂ എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് വരക്കുന്നതെങ്കിൽ കോൺജുഗേറ്റഡ് ഡൈയിൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ ആൽക്കൈൽ റെസിഡ്യൂ എന്ന് പറയും. കാരണം ഇത് CH3 ആണ്, ആൽക്കൈൽ റെസിഡ്യൂ എന്ന് പറയും.
റിംഗ് റെസിഡ്യൂ എന്ന് പറയുമ്പോൾ ഇതാ റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സെയിം ആൽക്കൽ റെസിഡ്യൂവിനാണ് നമ്മൾ റിംഗ് റെസിഡ്യൂ എന്ന് പറയുന്നത്. റിങ്ങിന്റെ കേസിൽ ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ റിംഗ് റെസിഡ്യൂ ആൽക്കൽ റെസിഡ്യൂ ഒന്ന് തന്നെയാണ്, 5 നാനോമീറ്റർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് റിങ്ങിന്റെ കേസിൽ അത് റിംഗ് റെസിഡ്യൂ എന്നാണ് പറയുക. നെക്സ്റ്റ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കണം. അതായത് ഒരു റിങ്ങിന്റെ, ഇതൊരു റിംഗ് ആണെങ്കിൽ ആ റിങ്ങിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എക്സോസൈക്ലിക് ആണ്. ഓക്കെ, റിങ്ങിന്റെ പുറത്തേക്ക് ഉണ്ടെങ്കിൽ നോക്ക്, ഈ റിങ്ങിനെ സംബന്ധിച്ച് ഇതിന്റെ പുറത്തേക്ക് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. പക്ഷെ ഈ റിങ്ങിനെ സംബന്ധിച്ച് നോക്ക്, ഇങ്ങോട്ടേക്ക് ഒരു ഡബിൾ ബോണ്ട് ഇല്ലേ. ഈ റിങ്ങിനെ നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളത്, ഈ റിങ് ഇങ്ങനെയുള്ളത്, അതിന്റെ പുറത്തേക്ക് ഒരു ഡബിൾ ബോണ്ട് വരുന്നില്ലേ. ഒരു റിങ്ങിന്റെ ഭാഗമായിക്കോട്ടെ, പക്ഷെ ഇതെന്താണ്, എക്സോസൈക്ലിക് ആണ്. ഈ റിങ്ങിനെ സംബന്ധിച്ച് ഈ ഡബിൾ ബോണ്ട് എക്സോസൈക്ലിക് ആണ്. പക്ഷെ ഈ റിങ്ങിനെ സംബന്ധിച്ച് ഈ ഡബിൾ ബോണ്ട് എക്സോസൈക്ലിക് അല്ല. എന്തുകൊണ്ട്? ഇതിന് തൊട്ടടുത്ത് തന്നെ വരണം, മുട്ടിയിൽ തന്നെ വരുന്ന ഡബിൾ ബോണ്ട് ആണെങ്കിലാണ് എക്സോസൈക്ലിക് വരും. അപ്പോൾ ഇത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആണ്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന് 5 നാനോമീറ്റർ ഉണ്ട്. ഓക്കെ, ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ. എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉണ്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷന് 30 നാനോമീറ്റർ ആണ് വരിക. അപ്പോൾ ടോട്ടൽ ഇത് സം ചെയ്ത് എത്ര കിട്ടും? 214, 15, 30, 5, 264 കിട്ടും. ഓക്കെ, അത് സം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ലാംഡ മാക്സ് കിട്ടും. ഇങ്ങനെയാണ് കാണേണ്ടത്. ആൽക്കൈൽ റെസിഡ്യൂ, റിംഗ് റെസിഡ്യൂ. റിങ്ങിന്റെ കേസിൽ റിംഗ് റെസിഡ്യൂ എന്നാണ് നമ്മൾ പറയാം. ആൽക്കൈൽ റെസിഡ്യൂ എന്ന് പറയുന്നത് റിംഗ് അല്ലാത്ത കേസിലാണ്. കുറെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണോ കോൺജുഗേറ്റഡ് ഡൈയിൻ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റൗണ്ടിനുള്ളിലാക്കി വെക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇതാണ് ഡൈയിൻ, ഇതാണ് നമ്മുടെ ഡൈയിൻ. അപ്പൊ ഡൈയിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്തോടെ നമ്മൾ ഇതൊന്ന് റൗണ്ടിലാക്കി വെക്കുക. എന്നിട്ട് നോക്ക്, ഇത് ഹോമോ അനിലാർ ഡൈയിനാണ് അല്ലേ. ഒരു റിങ്ങിനകത്ത് തന്നെ 2 ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹോമോ അനിലാർ ആണ്. ഹോമോ അനിലാർ എന്ന് പറയുമ്പോൾ 250 നാനോമീറ്റർ ആണ് വരിക. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 253 നാനോമീറ്റർ. നോക്ക്, റിംഗ് റെസിഡ്യൂ അല്ലെങ്കിൽ ആൽക്കൈൽ റെസിഡ്യൂ. ഇതിന്റെ കേസിൽ നമ്മൾ റിംഗ് റെസിഡ്യൂ എന്നാ പറയാം. അപ്പൊ ഇത് ടച്ച് ചെയ്യുന്ന ഭാഗം, ഈ റൗണ്ട് ടച്ച് ചെയ്യുന്ന ഭാഗം നോക്കി, ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ, ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ ഉള്ളത് അല്ലെ. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും പോകുന്ന 2 റിംഗ് റെസിഡ്യൂ ഉള്ളത്. അപ്പൊ 2 × 5 10. നെക്സ്റ്റ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. ഈ റിങ്ങിനെ സംബന്ധിച്ച് ഇവിടത്തേക്ക് തൊട്ടടുത്ത് വരുന്ന ഡബിൾ ബോണ്ട് ഇല്ല. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഇല്ല. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷനും ഇല്ല. ഓക്കെ, അപ്പൊ 263 ആണ് നമുക്ക് ഇത് കിട്ടുക. 263 നാനോമീറ്റർ ആണ് ഇതിന്റെ ലാംഡ മാക്സിന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ റൗണ്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്ത് വരുന്ന ആ ഒരു ബോണ്ടിങ്ങിനോട് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് ഡൈയിൻസിനെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ആ റൗണ്ട് വരക്കേണ്ടത്. റൗണ്ട് വരച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. റൗണ്ട് വരക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു കോമ്പൗണ്ട് തരുവാണ്. സെയിം നമ്മളിപ്പോൾ തന്ന കോമ്പൗണ്ടിന്റെ തന്നെ വേറൊരു രീതിയിൽ തരുവാണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെയാണ് തന്നിട്ടുള്ളത്. ഹോമോ അനുലാർ തന്നെയാണ് നമ്മൾ നേരത്തെ വരച്ചതിന്റെ വേറൊരു രീതി. അപ്പൊ ഇതിൽ നമ്മള് ഡൈയിൻ ഏതാണെന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് ഡൈയിൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യുക, ഡൈയിൻ വരുന്ന ആ ഒരു ഏരിയ. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഉള്ളതിൽ ഏതൊക്കെയാണെന്നാണ്. അതായത് ഇപ്പോൾ ഹെഡ്രോ അനുലാർ ഡൈയിൻ ആണ് അതോ ഹോമോ അനുലാർ ഡൈയിൻ ആണോ നോക്കാം. ഇത് ഹോമോ അനുലാർ ഡൈയിൻ ആണ് അല്ലേ, ഹെഡ്രോ അനുലാർ അല്ല. ഒരേ റിങ്ങിനകത്താണ് വരുന്നത്. സോ ഹോമോ അനുലാർ ഡൈയിൻ ആണ്. ഹോമോ അനുലാറിന് 253 ആണ് വരിക അല്ലേ. നെക്സ്റ്റ് റിംഗ് റെസിഡ്യൂ എത്ര എണ്ണ നോക്കാം. റിംഗ് റെസിഡ്യൂ എന്ന് പറയുമ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന ഭാഗം, ഈ എൻഡിങ് ഇവിടെ 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 ഈ 4 ഭാഗത്തും റിംഗ് റെസിഡ്യൂ ഉണ്ട്. സോ 4 × 5 20. ഓക്കെ, പിന്നെ ഉള്ളത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ നോക്കണം. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഈ ഒരു റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ഇല്ല. പക്ഷേ ഈ ഒരു റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആണ്. അതായത് റിങ്ങിന്റെ പുറത്തേക്കുള്ള ഡബിൾ ബോണ്ട് ആണ്. അതേപോലെ ഈ ഡബിൾ ബോണ്ടും എക്സോസൈക്ലിക് ആണ്, റിങ്ങിന്റെ പുറത്തേക്ക് തന്നെ വരുന്നത്. ഓക്കെ, റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് റിങ്ങിന്റെ പുറത്തേക്ക് വരുന്ന ഡബിൾ ബോണ്ട്, ഇതിനാണ് നമ്മൾ എക്സോസൈക്ലിക് എന്ന് പറയുക. ഓക്കെ, ഇതും 2 എക്സോസൈക്ലിക് ഉണ്ട്. അപ്പോൾ ഒന്നിന് എത്രയാണ്, 5 ആണ്. അങ്ങനെ 2 എണ്ണത്തിന് 2 × 5. ഓക്കെ, പിന്നെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഒന്നും ഇല്ല. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 283 നാനോമീറ്റർ കിട്ടും. സോ 283 നാനോമീറ്റർ ആണ് ഇതിന്റെ ലാംഡ മാക്സ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ചെയ്യാം. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോന്റെ കേസും കൂടി പറയാം. ഓക്കെ, വുഡ്വാർഡ് റൂൾ തന്നെ ഹോമോ അനുലാർ ഹെറ്ററോ അനുലാർ പറഞ്ഞു. അപ്പോൾ കീറ്റോന്റെ കേസിൽ
ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിന്റെ കേസിലുള്ള ലാംഡ മാക്സ് വാല്യൂ എങ്ങനെ കാണാമെന്നുള്ളതും കൂടി പറഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾസ് കൂടി ചെയ്യാം. സോ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിന്റെ കേസിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണെങ്കിൽ 240 നാനോമീറ്റർ ആണ് വരിക. ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ 10 നാനോമീറ്റർ ഉണ്ടാവും. ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ 12 നാനോമീറ്റർ. പിന്നെ ഗാമ ആൻഡ് എബോവ്, ഗാമ സബ്സ്റ്റിറ്റ്യൂഷനോ അതോ അതിൽ കൂടുതലോ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന് 8 നാനോമീറ്റർ എന്ന് പറയും. അതായത് ആൽഫ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ 10 നാനോമീറ്റർ, ബീറ്റ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ 12, ഗാമ ആൻഡ് എബോവ് ആണെങ്കിൽ 18 ആണ്. ഹോമോ അന്നുലാർ ഡൈൻ ആണെങ്കിൽ 39, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ 30 നാനോമീറ്റർ. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 5 നാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഞാൻ ചെയ്യാം, അപ്പോൾ മനസ്സിലാവും. ഈ വാല്യൂസ് ഒന്ന് പഠിച്ചു നോക്കുക, എന്നിട്ട് ആ എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി. സോ ഇങ്ങനൊരു കീറ്റോൺ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കീറ്റോണിന്റെ ആൽഫ പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ, ഇത് ബീറ്റ. ഓക്കെ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേണ്ടത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. അതായത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ. ഓക്കെ, അതങ്ങനെ ഒരു വട്ടത്തിനുള്ളിൽ ഇട്ട് വെക്കാം. എന്നിട്ട് പറയാം ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണെങ്കിൽ 240 നാനോമീറ്റർ ഉണ്ടാവും. പിന്നെ ആൽഫ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടോ, ബീറ്റ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടോ, ഗാമ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടോ നോക്കാം. ഓക്കെ, ഇതാണ് ആൽഫ പൊസിഷൻ. ആൽഫ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട് അല്ലേ, ഇത് ഇവിടുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ആൽഫ പൊസിഷനിൽ 10, ബീറ്റ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടോ? ഇതാ ഇവിടെ കണക്റ്റഡ് ആണ് അല്ലേ, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. അപ്പോൾ ബീറ്റൻ്റെത് 12 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ ഉള്ളത്? ഗാമ ആൻഡ് അബോവ് ഇല്ല, ബീറ്റ വരെ മാത്രമേ ഉള്ളൂ. ഈ റൗണ്ടിനകത്ത് വരുന്നത് ബീറ്റ വരെ മാത്രമേ ഉള്ളൂ. ഹോമോ അന്നുലാർ ഡൈൻസ് ഒന്നും ഇല്ല. പിന്നെ ഡബിൾ ബോണ്ട് എക്സിൻ്റെ കോൺജുഗേഷൻ ഇല്ല. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ? ഉണ്ട്. ഈ റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റിംഗ് എന്ന് പറയുന്നത് എക്സോസൈക്ലിക് ആയിട്ടുള്ള, ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ആണ് അല്ലേ. അപ്പോൾ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിൻ്റെ എത്രയാണ്? 5. സോ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 241 നാനോമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് നോക്കുക. ഹെറ്ററോ അന്നുലാർ ഡൈൻ ആണോ, ഹോമോ അന്നുലാർ ഡൈൻ ആണോ, അതോ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ, എബോ. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റ ഗാമ പൊസിഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ വരക്കുമ്പോൾ സാധാരണ നമ്മൾ ഇത്ര മാത്രമേ വരക്കുള്ളൂ അല്ലേ, ഇത്ര മാത്രം. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ എഴുതുള്ളൂ. ബട്ട് ഇവിടെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ കൂടെ കൂട്ടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് വരയ്ക്കേണ്ടത്. ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉള്ളത് കൊണ്ടാണ് വരച്ചത് അങ്ങനെ. സോ ഇനി നമുക്ക് ചെയ്യാം. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്, 214 നാനോമീറ്റർ വരും. ആൽഫ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടോ നോക്ക്, ഉണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. സോ 10. ബീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒന്നും ഇല്ല. നോക്ക്, ബീറ്റ ഇവിടെയുള്ളത്. ബീറ്റ ഈ നീല ഇതുമായിട്ട് കണക്റ്റഡ് അല്ല അല്ലേ, കാരണം എന്താണ്? ബീറ്റ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഇല്ല, കാരണം ബീറ്റ കഴിഞ്ഞിട്ട് ഗാമ ഉണ്ട്, ഡബിൾ ബോണ്ട് എക്സിൻ്റെ കോൺജുഗേഷൻ ഉണ്ട്. ഇപ്പോൾ ബീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒന്നും ഇല്ല. ഗാമ ആൻഡ് എബോ, ഗാമയിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒന്നും ഇല്ല, പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. ഗാമ ആൻഡ് എബോ എന്ന് പറഞ്ഞാൽ ഗാമക്ക് മുകളിലും ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. ഈ നീല ഇത് നമ്മൾ റൗണ്ട് വെച്ചിട്ട് അവിടെ മുട്ടുന്ന ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. അതുകൊണ്ട് 18 നാനോമീറ്റർ കൊടുക്കാം. ഹോമോ അന്നുലാർ ഡൈൻ ഉണ്ടോ? ഉണ്ട്. ഇതിനകത്ത് ഹോമോ അന്നുലാർ ഡൈൻ ഉണ്ട്. ഒരു റിങ്ങിനകത്ത് 2 ഹോമോ അന്നുലാർ അന്നുലാർ ഡൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് 39. ഡബിൾ ബോണ്ട് എക്സിൻ്റെ കോൺജുഗേഷൻ ഉണ്ട് 30. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. ഈ ഡബിൾ ബോണ്ട് ഇതിനെ അപേക്ഷിച്ച് എക്സോസൈക്ലിക് ആണ്. സോ 5. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. സോ 316 നാനോമീറ്റർ ആണ് കിട്ടുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ ബോണ്ട്, ഇപ്പം എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇത് എക്സോസൈക്ലിക് അല്ല. കാരണം എന്താണ്? നമ്മളൊരു റിങ്ങിനോട് അടുപ്പിച്ച് വരക്കുന്ന ഡബിൾ ബോണ്ടാണ് എക്സോസൈക്ലിക്. ഈ റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് മാത്രമാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് വരിക. ഓക്കെ,
പിന്നെ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ റൗണ്ട് ഇട്ട് വെക്കുമല്ലോ, ആ റൗണ്ട് ഇട്ട് വെച്ചിട്ട് മുട്ടുന്ന ഭാഗം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കുറച്ചുകൂടെ വലിയൊരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അതായത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ കോംപ്ലക്സ് സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ആൽഫ ആണ്, ഇത് ബീറ്റ ആണ്, ഇത് ഗാമയാണ്. ഇപ്പോൾ ഗാമ എബോ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രമാത്രം നമ്മൾ സാധാരണ വരക്കും. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ എന്ന് പറയുമ്പോൾ അത്രമാത്രം നമ്മൾ വരക്കുള്ളൂ. ബട്ട് ഇതെന്താണ്, ഡബിൾ എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉണ്ട്. അപ്പോൾ എത്രമാത്രം കോൺജുഗേഷൻ ഉണ്ടോ അത്രമാത്രം നമുക്ക് വരക്കാം. ഇത്രമാത്രം കോൺജുഗേഷൻ ഉള്ളതുകൊണ്ട് ഇതും ഒന്നിച്ച് വരക്കാം. കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോൺസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റൗണ്ട് ഇട്ട് വെക്കാം. റൗണ്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. അതായത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ 214 ആണ്. പിന്നെ ആൽഫയിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒന്നുമില്ല അല്ലേ, എവിടെയും മുട്ടുന്നില്ല. ബീറ്റയിൽ ഇതാ ഇവിടെ മുട്ടുന്നുണ്ട്. നമ്മുടെ റൗണ്ട് വെച്ച ഭാഗമായിട്ട് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നുണ്ട് അല്ലേ. ബീറ്റ സബ്സ്റ്റിറ്റ്യൂവൻ്റ് 12 ആണ്. ഗാമയിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒന്നുമില്ല. പിന്നെ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത് ഇത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട്, ഇങ്ങനെ ഒരു വര കൂടി ഉണ്ട്. ഇങ്ങോട്ടൊരു വരയും ഇങ്ങോട്ടും ഉണ്ട് ബോണ്ടിങ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ബോണ്ടിങ്ങും ഗാമ ആൻഡ് അബോ എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെയും എന്തുണ്ട്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട് അല്ലേ. ഈ ഒരു റൗണ്ടിൽ മുട്ടുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട് ഗാമ പൊസിഷനിൽ. ഗാമ പൊസിഷൻ അല്ല, ഗാമ ആൻഡ് എബോ, ഗാമയെക്കാളും മുകളിൽ വരുന്ന, ഗാമയെക്കാളും ഡിസ്റ്റൻസിൽ വരുന്നത്. അപ്പോൾ അതിനും 18 നാനോമീറ്റർ തന്നെയാണ്. അപ്പോൾ 18 × 18, അതായത് 18 × 2. ഓക്കെ, അതായത് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗാമ ആൻഡ് എബോയിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹോമോനുലാർ ഡൈനൊന്നുമില്ല അല്ലേ. പിന്നെ ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉണ്ടോ, ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉണ്ട്. എത്രയുണ്ട്, 30 × 2 അല്ലേ. ഒരു കോൺജുഗേഷൻ ഇവിടെയും ഒരു കോൺജുഗേഷൻ ഇവിടെയും ഉണ്ട്. ഇപ്പം രണ്ടെണ്ണമുണ്ട്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ, എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഈ ഒരു റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് എക്സോസൈക്ലിക് ആണ്. ഈ റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് എക്സോസൈക്ലിക് ആണ്. പക്ഷെ ഇത് നോക്കുമ്പോൾ ഇവിടെ എന്തില്ല, എക്സോസൈക്ലിക് ഇല്ല. ടോട്ടൽ 2 എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ 2 × 5. ഓക്കെ, ഒരു സ്ഥലം വിട്ടുപോയിട്ടുണ്ട്. അതായത് ഗാമ പൊസിഷൻ പറയുമ്പോൾ നമ്മൾ ഈ പൊസിഷനിലുള്ള ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻ്റ് നോക്കിയിട്ടുള്ളൂ. ഈ ഗാമ പൊസിഷനിൽ ഇതാ ഇവിടെ ടച്ചിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്, ഇതാ ഈ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 18 കൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും, അതിൻ്റെ 18 കൂടി ആഡ് ചെയ്യാണ് 350 നാനോമീറ്റർ കിട്ടും. അത് അവിടെ മറന്നു പോയതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ആൽഫ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബീറ്റയിൽ ഇതാ ഇവിടെ ടച്ചിങ് ഉണ്ട്. ഈ നമ്മൾ റൗണ്ട് ഇട്ട് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ആ റൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് നോക്കിയാൽ. ഗാമയിൽ ആ റൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പൊസിഷൻ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഉണ്ട് ടച്ചിങ്. ഈ ഒരു പോയിന്റിൽ 2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 1 18 വെച്ചിട്ട് 3 18 വരും. അതായത് 18 × 2 ഇവിടെ ഒരു 18 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ 350 നാനോമീറ്റർ വരും. അപ്പോൾ ഇതാണ് വുഡ്വാർഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോനുലാർ, ഹെറ്ററോനുലാർ, അതുപോലെ തന്നെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിന്റെ കേസിൽ. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ.